നമസ്കാരം. ഏതാണ്ട് 5 വർഷം മുൻപ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും വയനാടിന്റെ എംപിയുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. ചൗക്കിദാർ ചോർഹെ എന്ന ഒരു വിവാദ പരാമർശം. ആ ചൗക്കിദാർ ചോർഹെ എന്ന പരാമർശം കോൺഗ്രസിന്റെ ഒരു വിമർശനം എന്നതിലുപരി BJPയുടെ പ്രചരണ ആയുധമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് രാജ്യം കണ്ടത്. അതിനുശേഷം തൊട്ടു പിന്നാലെ മണിശങ്കർ അയ്യരുടെ ഭാഗത്തു നിന്നും മോദി ചായക്കടക്കാരനാണ് എന്ന പരാമർശം കൂടി ഉണ്ടാവുന്നു. അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്നതല്ലാതെ BJPയെ തൊടാൻ പോലും ആ പരാമർശത്തിന് സാധിച്ചില്ല. പ്രത്യേകിച്ചും നരേന്ദ്രമോദി അതും ഒരു പ്രചരണ ആയുധമാക്കി തന്നെ മാറ്റിയിരുന്നു. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധം കൂടി കോൺഗ്രസ് BJPയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ലാലു പ്രസാദ് യാദവിന്റെ പരിഹാസമാണ് ഇപ്പോൾ BJP വലിയ ആയുധമായി എടുത്തുകൊണ്ട് രാജ്യമെമ്പാടും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ കുടുംബ വാഴ്ച രാഷ്ട്രീയത്തിന് എതിരായ വിമർശനത്തിന് തിരിച്ചടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുടുംബമില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും എന്ന് ലാലു പ്രസാദ് യാദവ് വിമർശിച്ചത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും കാലാകാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് കുടുംബ രാഷ്ട്രീയം എന്ന് തന്നെയാണ്. ആ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് INDA ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്, മോദിക്ക് കുടുംബമില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന്. കൃത്യമായ വ്യക്തി അധിക്ഷേപം തന്നെയാണ്. അതിനോടൊപ്പം മറ്റൊരു സൂചന കൂടി അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കുടുംബ രാഷ്ട്രീയം അടുത്തൊന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കൊക്കെ കുടുംബമുള്ള ഇടത്തോളം കാലം ഈ കുടുംബ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന സൂചന കൂടി അതിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ലാലു പ്രസാദ് യാദവിന് നരേന്ദ്രമോദി കൊടുത്ത മറുപടി ഇപ്പോൾ രാജ്യം ഒന്നടങ്കം നെഞ്ചേറ്റിരിക്കുകയാണ്. മേരാ ഭാരത് മേരാ പരിവാർ എന്നായിരുന്നു മോദി ഇതിന് നൽകിയ പഞ്ച് ഡയലോഗ്, അല്ലെങ്കിൽ പഞ്ച് മറുപടി എന്നൊക്കെ പറയാവുന്നത്. പാറ്റ്നയിൽ നടന്ന റാലിയിലാണ് കുടുംബമില്ലാത്തവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ലാലു പ്രസാദ് യാദവ് വിമർശിച്ചത്. പക്ഷെ ഇന്ത്യയാണ് തൻ്റെ കുടുംബമെന്നും ഇന്ത്യക്കാരാണ് തൻ്റെ കുടുംബാംഗങ്ങൾ എന്നുമാണ് മോദി ഇതിന് തിരിച്ചടിച്ചത്. തെലങ്കാനയിൽ നടന്ന റാലിയിലായിരുന്നു മോദി ഇത് പറഞ്ഞതെന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഈ കുടുംബ രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ചയാക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്, പ്രത്യേകിച്ചും തമിഴകത്താണ്. മറ്റേത് സംസ്ഥാനം എടുത്താലും, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തെലങ്കാന തന്നെ ആയിക്കോട്ടെ, അവിടെയൊക്കെ കുടുംബ രാഷ്ട്രീയം വളരെ വ്യാപിച്ചു തന്നെ കിടപ്പുണ്ട്. അവിടെയൊക്കെ അത് പച്ച പിടിച്ചിട്ടുള്ളതും ഈ കുടുംബ രാഷ്ട്രീയം തന്നെയാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് മോദി പറയുന്നത് മേരാ ഭാരത് മേരാ പരിവാർ എന്ന്, എന്റെ രാജ്യമാണ് എന്റെ കുടുംബം എന്ന്. എന്തായാലും മോദിക്കെതിരെ എയ്ത ഈ ഒരു അമ്പ് ഇപ്പോൾ BJP ആയുധമാക്കിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ, മറ്റു നേതാക്കൾ, മന്ത്രിമാർ എന്നിവരെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ കൂടി തുടങ്ങി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മോദി കാ പരിവാർ എന്നാണ് ഇവരെല്ലാവരും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ബയോ മാറ്റിയിരിക്കുന്നത്. മോദി കാ പരിവാർ എന്നുള്ള ഹാഷ്ടാഗ് ആണ് ഇപ്പോൾ ട്വിറ്ററിൽ ഉൾപ്പെടെ വളരെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതും. ലാലു പ്രസാദ് യാദവിന് നേരെയും BJP ശക്തമായ വിമർശനം അഴിച്ചുവിടാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. രാജ്യം മുഴുവൻ മോദിയുടെ കുടുംബമാണ് എന്നാണ് ഇപ്പോൾ BJP പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ കുടുംബമാണ്. മോദി പ്രധാനമന്ത്രി ആയത് മുതൽ അദ്ദേഹം ദീപാവലി ഉൾപ്പെടെ ആഘോഷിക്കുന്നത് അതിർത്തിയിലുള്ള സൈനികർക്കൊപ്പമാണ്. അവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹം കുടുംബം വിട്ട് സ്വയം രാജ്യത്തിന് മുഴുവനും വേണ്ടി സമർപ്പിച്ചപ്പോൾ അദ്ദേഹം രാജ്യം മുഴുവനും തന്റെ കുടുംബമാണ് എന്നുള്ള പ്രതിജ്ഞ കൂടി ചെയ്തിരുന്നു എന്നാണ് BJPയുടെ MP ആയ സുധാംശു ത്രിവേദി പറഞ്ഞത്. ഇതിലൊക്കെ വലിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ പരം ഒരു മൈലേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടാനുമില്ല. എന്തായാലും പ്രതിരോധ കരാറുകളുടെ അടക്കം പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് 2019 രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ചൗക്കിദാർ ചോർഹെ എന്നുള്ള പ്രചരണം അഴിച്ചുവിട്ടത്. മേം ഭി ചൗക്കിദാർ പ്രചരണവുമായി തിരിച്ചടിച്ച BJP 2019 തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ മുഴുവൻ തൂത്തുവാരുകയും ചെയ്തിരുന്നു. ഇത്തവണ INDA സഖ്യത്തെ മുഴുവൻ
ഒന്നിച്ച് വിറപ്പിക്കാൻ കോൺഗ്രസ് മാത്രമല്ല തങ്ങളുടെ ടാർഗറ്റ്, മറിച്ച് ഈ പ്രതിപക്ഷ മുന്നണിയാണ് എന്ന് BJP വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ പുതിയ പ്രചരണവുമായി, പുതിയ ഒരു ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BJPയുടെ എല്ലാ നേതാക്കളും, അണികളും, BJP അനുഭാവികളും എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലെ ബയോ മോദി കാ പരിവാർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മറ്റൊരു വമ്പൻ പ്രചരണം കൂടി BJPക്ക് വേണ്ടി നടത്തിയിരിക്കുകയാണ് ഈ പ്രതിപക്ഷ മുന്നണി. സാധാരണ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ആ ഒരു സത്കർമ്മം ലല്ലു പ്രസാദ് യാദവ് ഏറ്റെടുത്തു എന്ന് മാത്രം.